നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാവേലി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ആന്ധ്രാപ്രദേശിലെ കാവേലി എന്ന് പറയുന്ന ഒരു ടൗണാണ് ഈ കാണുന്നത്. അതായത് അടുപ്പിച്ച് ചെറിയ ചെറിയ വ്യാപാരങ്ങളാണ് കേട്ടോ മൊത്തത്തിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷെ ടൗണ് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു അപ്ഡേഷനിലേക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ടൗണിലെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ വളരെ ചെറിയ കച്ചവടങ്ങളാണ്. അതായത് ഈ റോഡ് സൈഡിലൊക്കെ കാണാലോ, മൊത്തത്തിൽ ഇങ്ങനെ ഒരു വണ്ടിയിലോ അല്ലെങ്കിൽ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട്. ഇവിടെ കൂടുതലും ബൈക്കാണ് കേട്ടോ ആൾക്കാർ ഉപയോഗിക്കണേ. ഇവിടെ ഇങ്ങനെ ചന്ത വരണ്ടേ, നമുക്ക് ഏതായാലും വണ്ടി സൈഡാക്കിയിട്ട് ഈ ചന്തൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ നിൽക്കുന്നത് കാവേലി എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. മാലിക്കിന് അവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൗണിൻ്റെ ഏകദേശ രൂപങ്ങളാണ് ഈ കാണുന്നത്. ടൗണിൽ നിന്ന് കുറച്ചിട്ട് മാറിയിട്ടുണ്ട്, അതായത് കുറച്ചിട്ട് ഉള്ളിലേക്ക് മാലിക്കിനെ പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മൾ ഈ ടൗണിൽ ഇങ്ങനെ നോക്കി കാണുമ്പോൾ ഇതുപോലത്തെ രൂപങ്ങളൊക്കെ തന്നെ ഒരുപാട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ സൈഡിലേക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ കൂടുതലും ചെറുകിട കച്ചവടങ്ങളാണ് കേട്ടോ കാണാൻ സാധിക്കുന്നത്. ഒരു കട റൂമാണെങ്കിൽ കൂടി അതിൻ്റെ തൊട്ട് മുന്നിലായിട്ടൊക്കെ ഈ വണ്ടികൾ നിർത്തിയിട്ടൊക്കെ കച്ചവടങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു അങ്ങാടിയിലെ ടൗണുകൾ കാര്യങ്ങളൊക്കെ ഈ ഒരു രൂപത്തിലാണ്, കടകൾ കാര്യങ്ങളൊക്കെ ഈ ഒരു രൂപത്തിലാണ്. കൂടുതലും ബൈക്കുകളാണ് ഇവിടെ ആളുകൾ ഉപയോഗിക്കുന്നത്. കാവേലി ടൗണത്തെ ഒരു പ്രത്യേകതയാണ് ഈ കാണുന്നത്. മറ്റുള്ള ടൗണുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എനിക്കിതിനെ ഫീൽ ചെയ്ത്. കാരണം ഈ പതാകയും കാര്യങ്ങളൊക്കെ കൂടി വെച്ചുകൊണ്ട് ഭയങ്കര രസം കേട്ടോ കാണാൻ. ഇത് വലിയൊരു സിറ്റി ആയിട്ട് കാണാൻ പറ്റുന്ന ടൗണൊന്നല്ല കേട്ടോ. നമ്മൾ ഏകദേശം ഒരു കോട്ടക്കൽ, വളാഞ്ചേരി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ടൗണിനെ അത്രത്തോളം അല്ല, അതിൻ്റെ ഒക്കെ ഒരു റേഞ്ചിലുള്ള ടൗണ്. ഈ റോട്ടിലൊക്കെ കണ്ടില്ല, അത്യാവശ്യം പ്രതിമകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഈ ബാക്കിലും ഉണ്ട്, ഇവിടെ തൊന്ന് അവിടെ ഇങ്ങനായിട്ട് തൊന്ന്, പിന്നെ കുറേ അപ്പുറത്തൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ കടകളും കാര്യങ്ങളൊക്കെ ഈ ഒരു രൂപത്തിലാണ്. വൃത്തിയുടെ കാര്യം നോക്കുമ്പോൾ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ. മാലിക്കിനെ അവിടെ നിർത്തിയതിൻ്റെ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരു പശു എത്തി എളിഞ്ഞിട്ട് ഫുഡ് കഴിക്കണേ. അതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കൂടുതലായിട്ട്. ഇങ്ങനെയുള്ള എന്നാൽ അത് ഒഴിഞ്ഞെടുക്കുന്ന ഒരുപാട് സ്ഥലമാണ്. ഇങ്ങനത്തെ ടൗണിലെ ഒരു 10 ബിൽഡിംഗ് കാണാൻ സാധിക്കുള്ളൂ. അതാണ് ഏറ്റവും വലിയ മാറ്റം.